ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റിനെതിരെ കായിക മന്ത്രിയും സ്പോർട്സ് കൌൺസിലും രംഗത്ത്. കഴിഞ്ഞ ദിവസം ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാറിന്റെ ഭാഗത്ത് നിന്ന് ദേശീയ ഗെയിംസിൽ കേരളം പിന്നോട്ട് പോയി, അതിന് കാരണം സ്പോർട്സ് കൌൺസിലും കായിക മന്ത്രിയുമാണ് എന്ന വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. അതിന്റെ പ്രതികരണമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ കിട്ടിയത് കളരിപ്പയറ്റിനായിരുന്നു. അത്തരത്തിൽ ഈ കളരിപ്പയറ്റിനെ ഒഴിവാക്കിയ ഒളിമ്പിക് അസോസിയേഷൻ തീരുമാനം മറച്ചു വെച്ചുകൊണ്ട് സംസ്ഥാന കായിക മന്ത്രിക്കെതിരെ പ്രസ്താവന നടത്തിയതിനെയാണ് ഇപ്പോൾ ഒരു വിവാദത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ ഒരു കളരിപ്പയറ്റിന്റെ കാര്യം നോക്കുമ്പോൾ കഴിഞ്ഞ തവണയുള്ള മത്സരങ്ങളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ മെഡലുകൾ വാരിക്കൂട്ടിയ ഒരു മത്സര വിഭാഗം കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 36 മെഡലുകൾ അടക്കം ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ കേരളത്തിന് കൂടുതൽ മെഡലുകൾ ലഭിച്ചത് കളരിപ്പയറ്റിൽ നിന്നാണ്. 36 മെഡലുകൾ കളരിപ്പയറ്റിൽ നിന്ന് ലഭിച്ചു. ഇതിൽ 19 സ്വർണവുമുണ്ട്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനാണ് ദേശീയ ഗെയിംസിൽ നിന്ന് ഇത്തവണ കളരിപ്പയറ്റിനെ ഒഴിവാക്കിയത്. ഇക്കാര്യം മറച്ചുവെച്ച് കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാർ സംസ്ഥാന കായിക മന്ത്രിക്കെതിരെ പ്രസ്താവന നടത്തിയതാണ് കൂടുതൽ വിവാദമായത്. സുനിൽകുമാറിന് ചുമതലയുള്ള ഹോക്കിയിൽ സമീപകാലത്തൊന്നും നേട്ടമുണ്ടാക്കാനായിട്ടില്ലെന്നും ആ ജോലിയെങ്കിലും ആത്മാർത്ഥമായി ചെയ്തു വേണം വിമർശനം ഉന്നയിക്കാനെന്നും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇതിലും മോശം പ്രകടനം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ചാർജ് ഏറ്റെടുത്ത ശേഷം 3ാമത്തെ ദേശീയ ഗെയിംസാണ്. അപ്പോൾ അതിലൊന്നും വലിയൊരു മോശം ഉണ്ടായിട്ടില്ല. പിന്നെ കായിക സംഘടനകൾ പ്പെട്ട ഒരാൾ കൂടിയാണ് ഈ പറഞ്ഞ ആൾ. അദ്ദേഹം രാവിലെയാണോ വൈകിട്ടാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഈ പറയുന്ന കക്ഷി ഒരു സംഘടനയുടെ പ്രസിഡൻ്റാണ്. ഹോക്കി അദ്ദേഹത്തിൻ്റെ ഇനം ഹോക്കി എൻ്റെ അറിവിൽ കഴിഞ്ഞ 10 വർഷമായി ക്വാളിഫൈ ചെയ്തിട്ടില്ല. ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റിന്റെ പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലിയും രംഗത്തെത്തി. സ്പോർട്സ് കൌൺസിലിന് ചരിത്രത്തിൽ ഇല്ലാത്ത വിധം സഹായം നൽകിയത് ഈ സംസ്ഥാന സർക്കാരാണെന്ന് ഷറഫ് അലി പറഞ്ഞു. 10 വർഷമായി ഹോക്കി അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന സുനിൽകുമാർ അതിനായി എന്തു ചെയ്തുവെന്നും ഷറഫ് അലി ചോദിച്ചു. കളരി കൂടെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ മുൻകാലങ്ങളിലെ പോലെ തന്നെ കേരളത്തിന്റെ സ്ഥാനം 5ാമതോ 6ാമതോ ആവും എന്നതിൽ യാതൊരു സംശയവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ മലയാളിയായ പ്രസിഡന്റ് ആയിട്ട് പോലും അത്തരത്തിൽ അനുകൂലമായ, കേരളത്തിനേറെ അനുകൂലമാവുന്ന ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ്. അതിന് പിന്തുണ നൽകുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് കേരള ഒളിമ്പിക് അസോസിയേഷനും നിലപാടെടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായിരുന്നു കേരള ഒളിമ്പിക് അസോസിയേഷൻ നിലപാട്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.